ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ്. ഗ്ലോബൽ സിറ്റുവേഷൻ പോസിറ്റീവാണ്. അമേരിക്കൻ മാർക്കറ്റുകൾ ഡൗ ജോൺസും S&P 500ഉം ഇന്നലെ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നാസ്ഡാക്ക് പുതിയ 52 വീക്ക് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് 13.6 ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മിനിഞ്ഞാന്നും ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ഇത് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കയിൽ പ്രധാനമായിട്ടും ടെക്നോളജി റാലിയാണ്. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. നാളെയാണ് ഡിസിഷൻ വരുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാളും മുമ്പ് തന്നെ അമേരിക്കയിൽ ഒരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുള്ള റൂമേഴ്സൊക്കെയാണ് പരക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ ജൂബിലൻ്റ് ആണ്. ടെക്നോളജി സ്റ്റോക്കുകൾ NVIDIA, മൈക്രോസോഫ്റ്റ്, മെറ്റയൊക്കെ പുതിയ ഓൾ ടൈം ഹൈയിലാണ് ഇന്നലെയും ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ അത് മിക്സഡ് ആയിരുന്നു. മെജോറിറ്റി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ആയിരുന്നു. ചൈന വീക്കായിരുന്നു, നമ്മൾ ബെറ്റർ ആയിരുന്നു, ജപ്പാൻ ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ ജപ്പാൻ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്, ചൈനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കാണ്. മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. $244 പെർ ഔൺസിനാണ് ഇന്നലെ ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $250.5 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. $81.8 പെർ ബാരലിനാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. $82.2 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ ഇന്നൊക്കെ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റന്നാളത്തെ ഇൻ്ററിം ബഡ്ജറ്റാണ് നമ്മളെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതോടൊപ്പം തന്നെ ഇന്നലെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു 2024-25 GDP 7% ആയിരിക്കും. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2030 ആകുമ്പോഴേക്കും ഇന്ത്യൻ എക്കണോമി $7 ട്രില്യൺ ഹിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെയാണ് ഫിനാൻസ് മിനിസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ്. ഒപ്പം ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് ലേഡീസിന്, യൂത്തിന്, അതുപോലെ തന്നെ ഫാമേഴ്സിനൊക്കെ ഉള്ള ബെനിഫിറ്റ് ഉള്ളൊരു ബഡ്ജറ്റ് ആയിരിക്കും എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹിൻഡ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്നലെ മാർക്കറ്റിൽ കണ്ടു. വലിയ മുന്നേറ്റമാണ് നമ്മൾ നിഫ്റ്റിയിലും സെൻസെക്സിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ നമ്മളൊരു F&O സ്ട്രാറ്റജി, F&O പൊസിഷൻസ് ഒക്കെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റി 22,200 ലെവൽ വരെയൊക്കെ ഹയർ ലെവലിൽ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത്തരത്തിലുള്ളൊരു സെറ്റപ്പാണ് ഡെറിവേറ്റീവ് ഫ്യൂച്ചേഴ്സ് സെഗ്മെൻറ്റിൽ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ആസാദ് എഞ്ചിനീയറിങ്ങിന് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് വന്നിരിക്കുന്നത്. റോൾസ് റോയ്സ് ആയിട്ടുള്ള ടൈപ്പ് വന്നിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഇന്നലെയും സ്റ്റോക്കിൻ്റെ പ്രൈസിലുണ്ടായിട്ടുള്ളത്. പുതുതായിട്ട് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയും കൂടിയാണ്. അതോടൊപ്പം തന്നെ അഡ്വാനി ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എക്സലൻറ്റ് Q3 റിസൾട്ടാണ് പുറത്തു വിട്ടിരിക്കുന്നത്. അഡ്വാനി ഹോട്ടൽ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി പ്രൈസ് ടു ബുക്ക് വാല്യൂ മറ്റ് പാരാമീറ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പ്രൈസ്ഡ് ആണ്. പക്ഷേ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് നോക്കുമ്പോൾ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ KRSന ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്. MRI CT സ്കാനുകൾ 17 ഡിസ്ട്രിക്റ്റുകളിൽ മഹാരാഷ്ട്രയിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ ഒക്കെ നടത്തുമെന്ന് പറയപ്പെടുന്നുണ്ട്. ക്യാപിറ്റൽ അഡീസിക്ക് വേണ്ടി ഇക്വിറ്റി ക്യാപിറ്റൽ കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. KEC ഇൻ്റർനാഷണൽ ഡിഫറെൻറ്റ് സെക്ടേഴ്സിനായിട്ട് 1,304 കോടി രൂപ വരെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതും പോസിറ്റീവ് ന്യൂസാണ് KECനെ സംബന്ധിച്ച്. പവർ സെക്ടർ രംഗത്തുള്ള ഒരു പ്രോമിനൻറ്റ് സ്റ്റോക്കും കൂടിയാണ്. ഗെയിൽ LNG സോഴ്സ് ചെയ്യാനായിട്ട് അഡ്നോക്ക് അബുദാബി ആയിട്ട് ഒരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. 10 വർഷത്തേക്കാണ് 0.5 മില്യൺ മെട്രിക് ടൺ LNG 10 വർഷത്തേക്ക് വാങ്ങാനാണ്. അതോടൊപ്പം തന്നെ ഗെയിലിൻ്റെ ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന Q3 റിസൾട്ട് എക്സലൻറ്റ്
റിസൾട്ടാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഗെയിൽ ഇന്ന് സ്റ്റോക്ക് പ്രൈസിൽ വീണ്ടും കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ക്വാർട്ടർ 3 റിസൾട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വാർട്ടർ 3 റിസൾട്ടുകളും നല്ല അനൗൺസ്മെൻറ്റിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. ഗെയിൽ നോക്കി ഗെയിലിന് പുറമെ UTI, AMC, വോഡാഫോൺ ഐഡിയ, NTPC, ITC, അതുപോലെ തന്നെ ന്യൂവോക്കോ, വിസ്റ്റ, അങ്ങനെ ധാരാളം കമ്പനികൾ ഇന്നലെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിരുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. പോസിറ്റീവ് ന്യൂസ് ലോസുള്ള മറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാൻഫാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബ്രാൻഡ് കൺസെപ്റ്റ് ഉണ്ട്, SG ഫിൻസർവ് ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇന്നൊരു പൊതുവെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണിക്കാനുള്ള ചാൻസ് ആണ്. ഒപ്പം മറ്റന്നാൾ വരുന്ന ഇൻ്ററിം ബഡ്ജറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിൽ വീണ്ടും നല്ല രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിക്ക് കാരണമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ വരുന്നത്. സുല വൈൻയാർഡ് വൈൻ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ സ്കീം പല സ്റ്റേറ്റുകളും വീണ്ടും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സുല വൈൻയാർഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഈ കാറ്റഗറിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏക സ്റ്റോക്കും കൂടിയാണ് സുല വൈൻയാർഡ്. അപ്പോൾ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് സുല വൈൻയാർഡ്. ഇതൊക്കെയാണ് മാർക്കറ്റിൽ ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. ഒപ്പം ഇന്ന് ക്വാർട്ടർ 3 റിസൾട്ടുകൾ ധാരാളം വരുന്നുണ്ട്. ആ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അഡാനി എൻ്റർപ്രൈസസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ബ്രോക്കറേജ് ഫേം അഡാനിയുടെ ടാർഗറ്റ് പ്രൈസ് 4368 ഉയർത്തിയിരിക്കുകയാണ്. അറൗണ്ട് 50% അപ്രിസിയേഷൻ കറണ്ട് ലെവലിൽ നിന്ന് കിട്ടാമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഹിൻഡൻബർഗിൻ്റെ ഇഷ്യൂവിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു വിദേശ ധനകാര്യ സ്ഥാപനം അഡാനി എൻ്റർപ്രൈസിൻ്റെ ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. 4368 എന്ന് പറയുന്നത് വളരെ ഫാബുലസ് ആയിട്ടുള്ളൊരു പ്രൈസാണ്. ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് പുതിയ ഹൈ ആണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അഡാനി എൻ്റർപ്രൈസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ ന്യൂസ് ഫ്ലോറിൻ്റെ ബേസിൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓവറോൾ ഇന്ന് നമ്മൾ ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് മാർക്കറ്റിൽ. പക്ഷേ ഒരു കാര്യം മറക്കേണ്ട, നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് ഹയർ ലെവലിൽ വരുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനെടുക്കുന്ന തീരുമാനം നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കാണ്ട്. താങ്ക് യു.